രാജ്കുമാർ, നാട്ടിൽ ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ഈ മരണത്തെ സംബന്ധിച്ച്? അവരുടെ അമ്മ തുളസിബായിക്ക് മൊബൈൽ ഫോണിലേക്ക് ഈ പറയുന്ന ഇയാൾ പീഡിപ്പിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ശരീരമാസകലം പാടുവന്നതിന്റെയും ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. ഇത് തന്റെ മകളെ കാണിക്കണമെന്ന് അതുല്യ അതിൽ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇത് 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 കണ്ട ഉടൻ തന്നെ രാവിലെ ഇവരുടെ ഈ അതുല്യയുടെ സഹോദരിയും ഷാർജയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. അവര് ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഈ അതുല്യ അന്വേഷിച്ച് ഫ്ളാറ്റിൽ പോയപ്പോഴാണ് ഇങ്ങനെ മരിച്ച നിലയിലാണ് എന്നുള്ള വിവരം അറിയുന്നത്. അവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഷാർജ പോലീസ് എത്തി ഇവരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവർ ഈ വിവരങ്ങൾ മാത്രമാണ് സഹോദരിക്ക് ഉൾപ്പെടെ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ബന്ധുക്കളെ ഇപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനെയും അറിയിച്ചത്. ഞാൻ അല്പം മുമ്പ് ഇവരെ വീട്ടിൽ പോയിരുന്നു. ഇവർ പോലീസിൽ നൽകിയ പരാതി അനുസരിച്ച് ചവറ തെക്കുംഭാഗം പോലീസ് SIയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം വന്ന് അമ്മയുടെയും അച്ഛന്റെയും മറ്റും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവർ വിവാഹം കഴിഞ്ഞ 11 വർഷമായി. ആദ്യം ഒരു കുഞ്ഞേ ഉള്ളൂ, 10 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. ഇത് വിവാഹം കഴിഞ്ഞ ഒരു 3 വർഷമായപ്പോൾ തന്നെ, ഈ കുഞ്ഞായതിനു ശേഷം തന്നെ ഇവർ തങ്ങളിൽ മാനസികമായി അകലുകയും ഡൈവേഴ്സിന്റെ വക്കിലെത്തിയതാണ്. പിന്നീട് ഒരു കുഞ്ഞുണ്ടല്ലോ എന്നോ അതും പെൺകുഞ്ഞാണെന്ന് ഓർത്ത് 2 കുടുംബങ്ങളും ഇവരെ തമ്മിൽ രമ്യതയിലാക്കി വീണ്ടും ഒന്നിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വിദേശത്തായിരുന്നു ഇവർ വർഷങ്ങളായി. ഇയാൾ അവിടെ ജവാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ സിവിൽ എഞ്ചിനീയറാണ്. നല്ല വരുമാനമൊക്കെ ഉള്ളൊരു ഉദ്യോഗമുണ്ട്. പക്ഷെ ഇയാൾ നിരന്തരമായി ഒരു മദ്യ ലഹരിക്ക് അടിമയാണ്. ഇയാൾ നിരന്തരമായി മകളെ ഇങ്ങനെ പീഡിപ്പിച്ചിരുന്നു എന്ന് അച്ഛൻ തന്നെ, അച്ഛന്റെ അഭിമുഖം നമുക്ക് ലഭ്യമാണ്.